നമസ്കാരം. ഇന്ന് 2026 ഫെബ്രുവരി 5 വ്യാഴാഴ്ച. 4PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബഹ്റൈൻ പ്രതിരോധ സേനയുടെ 58ാം വാർഷികത്തോടനുബന്ധിച്ച് സേനാംഗങ്ങൾക്ക് വിപുലമായ സ്ഥാനക്കയറ്റവും ആദരവും പ്രഖ്യാപിച്ചു. സായുധ സേനയുടെ പരമോന്നത കമാൻഡർ ഹമ്മദ് രാജാവ് 623 ഓഫീസർമാർക്ക് സ്ഥാനക്കയറ്റവും 800-ലധികം പേർക്ക് മെഡലുകളും നൽകി. BDF കമാൻഡർ ഇൻ ചീഫ് ഫീൽഡ് മാർഷൽ ഷെയ്ഖ് ഖലീഫ ബിൻ ഹമ്മദ് അൽ ഖലീഫ 3411 പേർക്ക് കൂടി സ്ഥാനക്കയറ്റം നൽകിയതോടെ ആകെ 4000-ലധികം പേർക്ക് അംഗീകാരം ലഭിച്ചു. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമ്മദ് അൽ ഖലീഫ സേനയുടെ പ്രൊഫഷണലിസത്തെ പ്രശംസിച്ചു. രാജ്യത്തിന്റെ സുരക്ഷയിലും ആധുനികവൽക്കരണത്തിലും BDF നടത്തുന്ന മുന്നേറ്റങ്ങളെ ഭരണാധികാരികൾ അഭിനന്ദിച്ചു. സാധാരണക്കാരായ കുടുംബങ്ങളുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് 3 സുപ്രധാന നിർദ്ദേശങ്ങൾ ബഹ്റൈൻ പാർലമെന്റ് ഏകകണ്ഠമായി അംഗീകരിച്ചു. 7.5 മണിക്കൂർ നീണ്ട ചർച്ചകൾക്കൊടുവിൽ വൈദ്യുതി ബില്ലിലെ ഇളവ്, റമദാൻ ആശ്വാസ പദ്ധതികൾ, ഭവന നവീകരണ വായ്പ എന്നിവയിലാണ് തീരുമാനമായത്. ഒരേ വീട്ടിൽ ഒന്നിലധികം കുടുംബങ്ങൾ താമസിക്കുമ്പോൾ നേരിടുന്ന അമിത വൈദ്യുതി ബില്ലിന് പരിഹാരമായി ഓരോ കുടുംബത്തിനും പ്രത്യേക മീറ്ററുകൾ അനുവദിക്കാൻ ശുപാർശ ചെയ്തു. റമദാനിൽ അർഹരായവർക്ക് ഡിജിറ്റൽ ഫുഡ് വൗച്ചറുകൾ നൽകാനും മുനിസിപ്പൽ ഹൗസിംഗ് ഫീസുകളിൽ ഇളവ് നൽകാനും സ്പീക്കർ അബ്ദുൽ നബി സൽമാന്റെ നേതൃത്വത്തിൽ നടന്ന യോഗം തീരുമാനിച്ചു. പുനരുപയോഗിക്കൂ, പുനരുജ്ജീവിപ്പിക്കൂ എന്ന പ്രമേയത്തിൽ ബഹ്റൈൻ ദേശീയ പരിസ്ഥിതി ദിനം ആഘോഷിച്ചു. 2035ഓടെ 3.6 ദശലക്ഷം മരങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്ന ലക്ഷ്യത്തിന്റെ 67% രാജ്യം ഇതിനകം കൈവരിച്ചതായി മുനിസിപ്പാലിറ്റി മന്ത്രി വയീൽ ബിൻ നാസർ അൽ മുബാറക് അറിയിച്ചു. 2025 മാത്രം 2.4 ദശലക്ഷം മരങ്ങളാണ് വെച്ചുപിടിപ്പിച്ചത്. ഹമ്മദ് രാജാവിന്റെയും കിരീടാവകാശിയുടെയും ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികൾ രാജ്യത്തെ 2060ഓടെ കാർബൺ രഹിതമാക്കാൻ സഹായിക്കും. പരിസ്ഥിതി സംരക്ഷണം വരും തലമുറയോടുള്ള ഓരോ പൗരന്റെയും കടമയാണെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചിരുന്ന 3 ട്രാവൽ ആൻഡ് ടൂറിസം ഓഫീസുകൾ ബഹ്റൈൻ ടൂറിസം അതോറിറ്റി മിന്നൽ പരിശോധനയിലൂടെ അടപ്പിച്ചു. കൃത്യമായ അനുമതിയില്ലാതെ ഉപഭോക്താക്കളെ വഞ്ചിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ച ഈ സ്ഥാപനങ്ങൾക്കെതിരെ പബ്ലിക് പ്രോസിക്യൂഷൻ നടപടി ആരംഭിച്ചു. ടൂറിസം മേഖലയുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ പരിശോധനകൾ ശക്തമാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. അംഗീകൃത ഏജൻസികൾ വഴി മാത്രമേ പൊതുജനങ്ങൾ ടിക്കറ്റ് ബുക്കിംഗും യാത്രകളും പ്ലാൻ ചെയ്യാവൂ എന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഔദ്യോഗിക ഏജൻസികളുടെ പട്ടിക BTEA വെബ്സൈറ്റിൽ ലഭ്യമാണ്. ബഹ്റൈൻ OICC പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പത്തനംതിട്ട ഫെസ്റ്റ് ഹർഷം 2026 നാളെ കേരളീയ സമാജത്തിൽ അരങ്ങേറും. ആന്റണി MP, അഡ്വക്കേറ്റ് പഴകുളം മധു, സതീഷ് കൊച്ചുപറമ്പിൽ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ ചടങ്ങിൽ സംബന്ധിക്കും. മനോജ് മയ്യന്നൂർ സംവിധാനം ചെയ്യുന്ന കലാസന്ധ്യയിൽ ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം മിഥുൻ, ടീം പത്തനംതിട്ടയുടെ കോമഡി ഷോ, ലൈവ് ഓർക്കസ്ട്ര എന്നിവ പ്രധാന ആകർഷണമായിരിക്കും. വൈവിധ്യമാർന്ന ഈ കലാമേളയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതായി കൺവീനർ ബിബിൻ മാടത്തേത്ത് അറിയിച്ചു. പ്രശസ്ത കലാകാരൻ ഗോപിനാഥ് മുതുകാടിന്റെ നേതൃത്വത്തിൽ ബഹ്റൈൻ കേരളീയ സമാജം വിപുലമായ സംഗീത നൃത്തസന്ധ്യ സംഘടിപ്പിക്കുന്നു. ഫെബ്രുവരി 12 വെള്ളിയാഴ്ച വൈകിട്ട് 7:30 സമാജം ഡയമണ്ട് ജൂബിലി ഹാളിലാണ് പരിപാടി. സാംസ്കാരിക ഐക്യവും കലാപരമായ പാരമ്പര്യവും ഉയർത്തിപ്പിടിക്കുന്ന ഈ കലാവിരുന്നിലേക്ക് സമാജം കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും ക്ഷണിക്കുന്നതായി പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ളയും ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കലും വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി. ഫ്രണ്ട് സോഷ്യൽ അസോസിയേഷന്റെ താങ്കൾക്കും ഇടമുണ്ട് എന്ന അംഗത്വ പ്രചരണ ക്യാമ്പയിന്റെ മുഹറക് ഏരിയ തല ഉദ്ഘാടനം നടന്നു. ഏരിയ ഓഫീസിൽ നടന്ന ചടങ്ങിൽ സിറാജ് പള്ളിക്കര ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് അബ്ദുൾ ജലീൽ VK അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ അംഗത്വ ഫോം വിതരണം ചെയ്തു. യൂനുസ് സലീം സമാപന പ്രസംഗം നടത്തി. തലശ്ശേരി മാഹി കൾച്ചറൽ അസോസിയേഷൻ ബഹ്റൈൻ ചാപ്റ്ററിന്റെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. ഫിറോസ് മാഹിയാണ് പുതിയ പ്രസിഡന്റ്. മനാമയിൽ നടന്ന വാർഷിക പൊതുയോഗത്തിൽ വച്ചാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. VP ഷംസുദ്ദീന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ഉസ്താദ് സജ്ജാദ് ബിൻ അബ്ദുൾ റസാഖ് മുഖ്യപ്രഭാഷണം നടത്തി. യോഗത്തിൽ നവാസ് റിപ്പോർട്ടും അഫ്സൽ സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു.
പ്രവാസി ക്ഷേമ സേവന രംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള ഈ വർഷത്തെ സുഗതസ്മൃതി പുരസ്കാരം ബഹ്റൈൻ പ്രവാസിയായ പ്രമുഖ സാമൂഹിക പ്രവർത്തകൻ മോനി ഓടിക്കണ്ടത്തിലിനെ സമ്മാനിച്ചു. മീഡിയ മലയാളം പ്രൊഡക്ഷന്റെ ആഭിമുഖ്യത്തിൽ പ്രശസ്ത കവയിത്രി സുഗതകുമാരിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് ഇത്. തിരുവനന്തപുരം മ്യൂസിയത്തിലെ KCS പണിക്കർ ഹാളിൽ നടന്ന ചടങ്ങിൽ വെച്ച് അദ്ദേഹം അവാർഡ് ഏറ്റുവാങ്ങി. ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയത്തിലെ പോലീസ് അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിൽ 40 വർഷത്തിലേറെ സേവനമനുഷ്ഠിച്ച മോനി ഓടിക്കണ്ടത്തിൽ ജീവകാരുണ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിലെ സജീവ സാന്നിധ്യമാണ്. ഉണക്ക മത്സ്യത്തിനുള്ളിൽ മയക്കുമരുന്ന് ഒളിപ്പിച്ച് ബഹ്റൈനിലേക്ക് കടത്താൻ ശ്രമിച്ച കേസിൽ കോടതി മാർച്ച് 17 വിധി പറയും. ഏഷ്യൻ സ്വദേശികളായ 2 പ്രതികൾ ഇപ്പോൾ റിമാൻഡിലാണ്. വിമാനത്താവളത്തിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ കൃത്യമായ പരിശോധനയിലാണ് മീനിനുള്ളിലും കൊഞ്ചിനുള്ളിലും മയക്കുമരുന്ന് കണ്ടെത്തിയത്. ഇവരെ സഹായിക്കാമെന്നേറ്റ ഇടപാടുകാർ മുങ്ങിയതോടെ പ്രതികൾ കുടുങ്ങുകയായിരുന്നു. പ്രതിഭാഗം അഭിഭാഷകർ ശിക്ഷാ ഇളവിനായി വാദിക്കുന്നുണ്ടെങ്കിലും ഒരു സംഘടിത മയക്കുമരുന്ന് ശൃംഖലയുടെ ഭാഗമാണ് ഇവരെന്നാണ് പ്രോസിക്യൂഷൻ കണ്ടെത്തൽ. ശമ്പള കുടിശ്ശികയും മറ്റ് ആനുകൂല്യങ്ങളും നൽകാതെ പിരിച്ചുവിട്ട വിദേശിയായ മാനേജർക്ക് 32,587 ബഹ്റൈൻ ദിനാർ നഷ്ടപരിഹാരം നൽകാൻ കോടതി ഉത്തരവിട്ടു. 2015 മുതൽ ജോലി ചെയ്ത ഇദ്ദേഹത്തിന് അവസാന വർഷങ്ങളിലെ ശമ്പളവും ഗ്രാറ്റുവിറ്റിയും നൽകാൻ കമ്പനി വിസമ്മതിച്ചിരുന്നു. തുടർന്ന് അഭിഭാഷകൻ അബ്ദുൽ അസീം ഹബീൽ മുഖേന നൽകിയ പരാതിയിലാണ് വിധി. ശമ്പളം വൈകിയതിനായുള്ള പലിശയും അനുഭവ പരിചയ സർട്ടിഫിക്കറ്റും പരാതിക്കാരന് നൽകാൻ ലേബർ കോടതി നിർദ്ദേശിച്ചു. തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ കൃത്യമായി നൽകേണ്ടത് തൊഴിലുടമയുടെ ബാധ്യതയാണെന്ന് കോടതി വിധിയിൽ ഓർമ്മിപ്പിച്ചു. In the heart of Bahrain, where every story matters, one source keeps you informed, inspired, and engaged. From politics to sports, business to entertainment, we bring you the news that shapes the kingdom. Anytime, anywhere, breaking stories at your fingertips. The Daily Tribune, your trusted voice.